ക്ഷേത്രത്തിൽ ഭക്തിഗാനത്തിന് വിലക്കേർപ്പെടുത്താൻ UDF. മലപ്പുറം കൊളപ്പാടി വിഷ്ണു ക്ഷേത്രത്തിലെ സുപ്രഭാത ഗീതം ഉച്ചഭാഷിണിയിലൂടെ കേൾപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്താനാണ് നീക്കം. ക്ഷേത്രത്തിൽ പോലീസിന്റെ അനുമതിയോടെയാണ് ഭക്തിഗാനം വയ്ക്കുന്നത്. ഇതിനെതിരെയാണ് കോൺഗ്രസിന്റെ നീക്കം. മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലെ കൊളപ്പാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വയ്ക്കുന്ന ഗാനത്തിനെതിരെയാണ് പ്രതിഷേധവുമായി UDF രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയപ്പോൾ ക്ഷേത്രത്തിലെ പാട്ട് വിലക്കണം എന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യമുയർത്തി. അമ്പലത്തിൽ വേണ്ടട്ടോ ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ UDF സിന്ദാബാദ് എന്നാൽ പ്രദേശത്തെ ഇതര മതസ്ഥാപനങ്ങളിൽ ഉച്ചത്തിൽ വയ്ക്കുന്ന മൈക്ക് അനൗൺസ്മെന്റുകൾക്കോ മറ്റോ യാതൊരു പ്രതിഷേധവും ഇല്ല. എടവണ്ണ പഞ്ചായത്തിൽ 6ാം വാർഡിലാണ് കൊളപ്പാട് വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപകടകരമായ സന്ദേശമാണ് UDFന്റെ മുദ്രാവാക്യം നൽകുന്നതെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ പറഞ്ഞു. കയ്യിൽ അധികാരം വരുന്നത് വരെയുള്ള തക്കിയ, അത് മുസ്ലിം ലീഗിന്റെ മാത്രമല്ല, പൊതുവെ മതപരമായ അവരുടെ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ തക്കിയ. അതായത് തങ്ങൾക്ക് അധികാരവും ഭൂരിപക്ഷവും വരുന്നത് വരെ അഭിനയിക്കുക എന്നുള്ളത്. ഇപ്പോ മലപ്പുറത്ത് ആ അഭിനയം കളയാനുള്ള സമയമായി എന്നാണ് അവർക്ക് ബോധ്യമായിരിക്കുന്നത്. ഭാരതത്തിന്റെ പാർലമെന്റ് തന്നെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ് മലപ്പുറത്തിന്റെ അവസ്ഥ. അവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ രക്ഷിക്കാൻ, അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിർത്താൻ, അവർക്കവിടെ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അതിന് വേണ്ടുന്ന നിയമ സംവിധാനമോ സംവരണമോ സംരക്ഷണമോ എന്താണെങ്കിലും അവിടുത്തെ ഹൈന്ദവ സമൂഹം അത് അവർക്ക് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മുദ്രാവാക്യം. സംഭവത്തിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാണ്. പോലീസിന്റെ അനുമതിയോടെ നിയമപരമായാണ് ക്ഷേത്രത്തിൽ ഭക്തിഗാനം വയ്ക്കുന്നത്. ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ആയിക്കൊണ്ടാണ് ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്താൻ സാധിച്ചത്. അന്ന് തൊട്ടേ ആ ക്ഷേത്രത്തെ അപമാനിക്കാനും അവഹേളിക്കാനും നടക്കുന്നവർ കാലങ്ങളായി LDF ജയിക്കുന്ന വാർഡിൽ ഈ വർഷം UDF ജയിച്ചപ്പോൾ UDF നടത്തിയ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് UDF വിജയിച്ചത് മത മൗലികവാദികളുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്ന UDF അവർ അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6ാം വാർഡിൽ UDF വിജയിച്ച ശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിലാണ് ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയപ്പോൾ ഭക്തിഗാനം നിർത്തണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം ഉയർത്തിയത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.